ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2022 നടന്ന 10th പ്രിലിമിനറി ഒന്നാം ഘട്ട ചോദ്യപേപ്പറാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 53/22. ഇതിലെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് നീരജ് ചോപ്ര. ആൻസർ ഓപ്ഷൻ സി, നീരജ് ചോപ്ര. നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ഹരിയാനയാണ്. നീരജ് ചോപ്രയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഹരിയാനയാണ്. നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടിയത് ജാവലിൻ ത്രോയിലാണ്. ഏതാണ് ഇനം? ജാവലിൻ ത്രോ. 87.58 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. എത്ര മീറ്റർ ദൂരമാണ് എറിഞ്ഞത്? 87.58 മീറ്റർ ദൂരം. ഇനി ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാരാ? ഒളിമ്പിക്സില് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാരാന്ന് ചോദിച്ചാൽ അത് അഭിനവ് ബിന്ദ്രയാണ്. ഷൂട്ടിങ്ങിലാണ് സ്വർണം നേടിയത്. ആരാണ്? അഭിനവ് ബിന്ദ്ര, ഷൂട്ടിങ്ങില്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019 ആൻസർ ഓപ്ഷൻ ബി, 2019. ജമ്മു കാശ്മീർ വിഭജന നിയമപ്രകാരം ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിച്ചു. നിയമസഭയോട് കൂടിയ ജമ്മു കാശ്മീരും നിയമസഭയില്ലാത്ത ലഡാക്കും. ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5-നാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് രാജ്യസഭ പാസാക്കിയത്. ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6-ന്. 2019 ഓഗസ്റ്റ് 6-ന് ലോക്സഭ പാസാക്കി. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-ന്. രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന 2019 ഓഗസ്റ്റ് 9-ന്. നിയമം പ്രാബല്യത്തിൽ വന്നത് 2019 ഒക്ടോബർ 31-ന്. നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന 2019 ഒക്ടോബർ 31-ന്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 ഇത് പ്രകാരം റദ്ദാക്കി. ഈ നിയമപ്രകാരം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കി. അതോടൊപ്പം ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്ന ആർട്ടിക്കിൾ 35A റദ്ദാക്കി. ജമ്മു കാശ്മീരിലെ സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്ന ആർട്ടിക്കിൾ 35A ഇതോടൊപ്പം റദ്ദാക്കി. മൂന്നാമത്തെ ചോദ്യം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? പി വത്സല. ഓപ്ഷൻ ഡി, പി വത്സല. പി വത്സലയുടെ കൃതികളെ കുറിച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാ? പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി നിഴലുറങ്ങുന്ന വഴികൾ. ഏതാണ്? നിഴലുറങ്ങുന്ന വഴികൾ. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം. എന്നാണ് ഇത് ഏർപ്പെടുത്തിയത്? 1993. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇതിന്റെ സമ്മാന തുക 5 ലക്ഷം രൂപയാണ്. സമ്മാന തുക എത്രയാണ്? 5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ള. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാ? SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് SK വസന്തൻ. നാലാമത്തെ ചോദ്യം. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 15ാമത്തെ. ആൻസർ ഓപ്ഷൻ സി, 15ാമത്തെ. കേരളത്തിൽ 2021 നടന്നത് 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 1965 തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളത്തിൽ നിയമസഭ നിലവിൽ വന്നിരുന്നില്ല. 1965 തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിലും കേരളത്തിൽ നിയമസഭ നിലവിൽ വന്നിരുന്നില്ല. അതുകൊണ്ട് 2021 നിലവിൽ വന്ന നിയമസഭ 15ാമത്തേതാണ്. തിരഞ്ഞെടുപ്പ് 16ാമത്തേതുമാണ്. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തിയാണ് ശൈലജ ടീച്ചർ.
15ാം കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി ഏതാണ്? ശൈലജ ടീച്ചറാണ്. നിയമസഭാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തിയാണ് ശൈലജ ടീച്ചർ. ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള കേരള നിയമസഭയും 15ാം നിയമസഭയാണ്. ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള കേരള നിയമസഭ ഏതാണ്? 15ാം കേരള നിയമസഭ. എത്ര വനിതകളാണ്? 12 വനിതകൾ. അതുപോലെ 15ാം കേരള നിയമസഭയിലെ വനിതാ മന്ത്രിമാർ എത്ര പേരാ? വനിതാ മന്ത്രിമാര് 3 പേര്. ആരൊക്കെ? വീണ ജോർജ്, ചിഞ്ചു റാണി, ആർ ബിന്ദു എന്നിവര്. വീണ ജോർജ്, ചിഞ്ചു റാണി, ആർ ബിന്ദു. 15ാം കേരള നിയമസഭയിലെ പ്രായം കുറഞ്ഞ മന്ത്രി ആരാ? അത് വീണ ജോർജ്. പ്രായം കുറഞ്ഞ മന്ത്രി വീണ ജോർജ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം EOS-04. ഓപ്ഷൻ ബി EOS-04. 2022 ISROയുടെ ആദ്യ ദൗത്യമായിരുന്നു ഇത്. കൃഷി, വനം, തോട്ടം, മണ്ണിന്റെ ഈർപ്പം, ജലശാസ്ത്രം, ഫ്ലഡ് മാപ്പിംഗ് തുടങ്ങിയവയ്ക്കായിട്ട് ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ എടുക്കുന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹമായിരുന്നു EOS-04. ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ എടുക്കുന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹമായിരുന്നു ഇത്. ഇത് വിക്ഷേപിച്ച വാഹനം PSLV C-52. PSLV C-52 ആണ് EOS-04ന്റെ വിക്ഷേപണ വാഹനം. വിക്ഷേപിച്ചത് 2022 ഫെബ്രുവരി 14. 2022 ഫെബ്രുവരി 14 വിക്ഷേപിച്ചത്. EOS-04ന്റെ മറ്റൊരു പേരാണ് റിസാറ്റ് 1A. മറ്റൊരു പേര് ഏതാണ്? റിസാറ്റ് 1A. 6ാമത്തെ ചോദ്യം നോക്കാം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ K. കസ്തൂരിരംഗൻ. ആൻസർ ഓപ്ഷൻ എ K. കസ്തൂരിരംഗൻ. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന എന്നാ? 2020 ജൂലൈ 29. 2020 ജൂലൈ 29 ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത്. ഇന്ത്യയിലെ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം വിദ്യാഭ്യാസ ഘടന എങ്ങനെയാണ്? 5+3+3+4. എന്താണ്? ഇന്ത്യയിലെ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം വിദ്യാഭ്യാസ ഘടന എന്ന് പറയുന്നത് 5+3+3+4 എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ പ്രഭാത് പട്നായിക് ആണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് കേരള സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷനാണ് പ്രഭാത് പട്നായിക്. ഈ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഏതാ? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ച് ആണത്. ഏതാണ്? 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായിട്ട് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. ആൻസർ ഓപ്ഷൻ ഡി താലോലം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. അതുപോലെ അഭയസ്ഥാനമില്ലാത്ത വിധവകൾക്ക് അഭയവും കുടുംബ ചുറ്റുപാടും നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി അഭയകിരണം. അഭയസ്ഥാനമില്ലാത്ത വിധവകൾക്ക് അഭയവും കുടുംബ ചുറ്റുപാടും നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. എന്താണ്? അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. അടുത്ത ക്വസ്റ്റ്യൻ 8ാമത്തെ ഡിലീറ്റഡ് ആണ്. നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ അന്താരാഷ്ട്ര
വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരം ജില്ലയിൽ. ആൻസർ ഓപ്ഷൻ എ, തിരുവനന്തപുരം. 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, നൂൽപ്പുഴ. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക പഞ്ചായത്താണ് നൂൽപ്പുഴ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക പഞ്ചായത്താണ് നൂൽപ്പുഴ. ആദ്യമായിട്ട് കൊറോണ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാ? ആദ്യമായിട്ട് കൊറോണ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. ആദ്യമായിട്ട് കൊറോണ റിപ്പോർട്ട് ചെയ്ത ജില്ലയോ? അത് തൃശ്ശൂര്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ വാക്സിൻ കോവാക്സിൻ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ വാക്സിൻ ആണ് കോവാക്സിൻ. ഇനി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഭുവനേശ്വർ ആണ്. 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഭുവനേശ്വർ. കേരളത്തിൽ ആദ്യമായിട്ട് കോവിഡ് മരണം സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കോവിഡ് മരണം സ്ഥിരീകരിച്ചത് എവിടെയാ? അത് എറണാകുളം ജില്ലയില്. ഇന്ത്യ 100 കോടി കോവിഡ് വാക്സിൻ പൂർത്തീകരിച്ച ദിവസം 2022 ഒക്ടോബർ 21. ഇന്ത്യ 100 കോടി കോവിഡ് വാക്സിനേഷൻ പൂർത്തീകരിച്ച ദിവസമാണ് 2022 ഒക്ടോബർ 21. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. ഓപ്ഷൻ ബി, ഉത്തര മഹാസമതലം. ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഈ ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഏതാണ്? ഉത്തര മഹാസമതലം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്നതും ഉത്തര മഹാസമതലമാണ്. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്നതും ഉത്തര മഹാസമതലമാണ്. അതുപോലെ ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നതും ഉത്തര മഹാസമതലം തന്നെയാണ്. ഉത്തര മഹാസമതലത്തിന്റെ വിസ്തൃതി 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉത്തര മഹാസമതലത്തിന്റെ വിസ്തൃതി എത്രയാണ്? 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദിയാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ലൂണിയാണ് ഉൾപ്പെടാത്തത്. ആൻസർ ഓപ്ഷൻ സി, ലൂണി. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. ആരവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉത്ഭവസ്ഥാനത്ത് സാഗർമതി എന്ന് അറിയപ്പെടുന്നു. ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേരെന്താണ്? സാഗർമതി. ഇന്ത്യയിലെ ഏറ്റവും കരബന്ധിത നദിയാണ് ലൂണി നദി. ഇന്ത്യയിലെ ഏറ്റവും കരബന്ധിത നദി ഏതാണ്? ലൂണി നദി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാലും ലൂണി നദിയാണ് ഉത്തരം. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അതും ലൂണി നദിയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? പരുത്തി. ആൻസർ ഓപ്ഷൻ ഡി, പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് പരുത്തി. എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷിയധിഷ്ഠിത വ്യവസായമാണ് പരുത്തി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി. ഇന്ത്യയിലെ ആദ്യ പരുത്തി തുണിമില്ല് ആരംഭിച്ചത് എവിടെയാ? അത് 1818 കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. ആദ്യത്തെ പരുത്തി തുണിമില്ലാണ് ഫോർട്ട് ഗ്ലോസ്റ്റർ. കൊൽക്കത്തയില് 1818 ആരംഭിക്കുന്നത്. പരുത്തി തുണി വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് 1854 മുംബൈയിലാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ പരുത്തി തുറമുഖം ഏതാ? മുംബൈ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന തുറമുഖവും മുംബൈ തന്നെ. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന തുറമുഖവും മുംബൈ ആണ്. ലോക പരുത്തി ദിനം ഒക്ടോബർ 7 ആണ്. ലോക പരുത്തി ദിനം എന്നാണ്? ഒക്ടോബർ 7.
പരുത്തിയുടെ ശാസ്ത്രീയ നാമം ഏതാ? പരുത്തിയുടെ ശാസ്ത്രനാമം ഗോസ്പിയം ഹിർസുട്ടം. എന്താണ്? ഗോസ്പിയം ഹിർസൂട്ടം. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. ഇനി തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് ഏതാ? അത് കൊല്ലത്താണ്. 1881 കൊല്ലത്താണ് തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി തുണിമിൽ വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഏത്? മൗസിൻഡ്രം. അത് ഏത് സംസ്ഥാനത്തിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ മേഘാലയ. മൗസിൻഡ്രം എവിടെയാണ്? മേഘാലയയിലാണ്. മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത് ഖാസി കുന്നുകളിലാണ്. മേഘാലയയിലെ ഖാസി കുന്നുകളിലാണ് മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ആൻസർ ഓപ്ഷൻ ഡി, സെപ്റ്റംബർ 16. ഓസോൺ കണ്ടുപിടിച്ചത് ആരാ? ക്രിസ്റ്റഫർ ഷോൺബെയ്ൻ. ഓസോൺ കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൺബെയ്ൻ ആണ്. എന്നാൽ ഓസോൺ പാളി കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും കൂടിയാണ്. ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും കൂടിയാണ് ഓസോൺ പാളി കണ്ടുപിടിക്കുന്നത്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ തുളസിയാണത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി. ഓസോൺ ശോഷണത്തിന് കാരണം ആരൊക്കെയാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥൈൻ തുടങ്ങിയവയാണ് ഓസോൺ ശോഷണത്തിന് കാരണം. ആരൊക്കെയാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥൈൻ തുടങ്ങിയവയാണ് ഓസോൺ ശോഷണത്തിന് കാരണം. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം? ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൺ. ആൻസർ ഓപ്ഷൻ എ മണികരൺ. മണികരൺ പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. മണികരൺ പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം? ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാ? അത് ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. കേന്ദ്രഭരണ പ്രദേശമായിരുന്ന അരുണാചൽ പ്രദേശ് ഒരു സംസ്ഥാനമായത് 1987 ഫെബ്രുവരി 20-നാണ്. 1987 ഫെബ്രുവരി 20-നാണ് അരുണാചൽ പ്രദേശ് സംസ്ഥാനമാകുന്നത്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഈ അരുണാചൽ പ്രദേശാണ്. എന്താണ് അറിയപ്പെടുന്നത്? ഉദയസൂര്യന്റെ നാട്. അതുപോലെ ഇന്ത്യയിലെ ഓർക്കിഡ് സംസ്ഥാനം, ബൊട്ടാണിസ്റ്റുകളുടെ പറുദീസ എന്നൊക്കെ അറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ഓർക്കിഡ് സംസ്ഥാനം എന്നും ബൊട്ടാണിസ്റ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ആൻസർ ഓപ്ഷൻ സി സോജില. സോജില ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇതിൽ ഷിപ്കില ചുരം കൊടുത്തിട്ടുണ്ട്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന എന്തിനെയൊക്കെ തമ്മിലാണ്? ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട്. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില ചുരം. നാഥുല ചുരവാ? അത് സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. ലിബുല ചുരം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. ലിബുല ചുരം എന്തുമായിട്ടാണ്? ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ലിബുല ചുരം. അടുത്ത ക്വസ്റ്റ്യൻ. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ആൻസർ ഓപ്ഷൻ എ ഖാരിഫ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏത്? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത അത് നാഷണൽ വാട്ടർവേ 2 NW2 ആണ്. ഓപ്ഷൻ ബി ദേശീയ ജലപാത
2 ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടു കിടക്കുന്നത്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഈ ദേശീയ ജലപാത 1 NW1 എന്തിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? അലഹബാദിനെ ഹാൽഡിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് NW1. അത് ഗംഗാ നദിയിലാണ്. ഗംഗാ നദിയിൽ അലഹബാദിനെ ഹാൽഡിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് NW1. അലഹബാദിന്റെ പുതിയ പേരെന്താ? പ്രയാഗ്രാജ്. അപ്പോൾ പ്രയാഗ്രാജിനെ ഹാൽഡിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്നും പറയാം. ഇനി NW2 അത് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധുബ്രി വരെ നമ്മളിപ്പോ കണ്ടു. NW3 അത് കേരളത്തിലേതാണ്. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളതാണ്. ഇപ്പോ കോട്ടപ്പുറം എന്നുള്ളത് കോഴിക്കോട് വരെയാക്കി നീട്ടിയിട്ടുണ്ട്. കൊല്ലം മുതൽ കോഴിക്കോട് വരെയാക്കി നീട്ടിയിട്ടുണ്ട്. പശ്ചിമതീര കനാൽ എന്നറിയപ്പെടുന്നതും ഈ NW3 ആണ്. എന്താണ്? പശ്ചിമതീര കനാൽ എന്നും അറിയപ്പെടുന്നു. ഇനി ദേശീയ ജലപാത 4 അഥവാ NW4 അത് കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ്. കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ്. ഗോദാവരി കൃഷ്ണ നദികളിലായിട്ടാണ് ഇത് വരുന്നത്. ഏതൊക്കെ നദികളിലായിട്ടാണ്? ഗോദാവരി കൃഷ്ണ നദികളിലായിട്ട് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ളതാണ് NW4. NW5 ഏതൊക്കെയാണ്? അത് പൂർവ്വതീര കനാൽ എന്നറിയപ്പെടുന്നത് NW5 ആണ്. അത് ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയെ തമ്മിൽ NW5 അത് പൂർവ്വതീര കനാൽ എന്ന് അറിയപ്പെടുന്നു. പൂർവ്വതീര കനാൽ എന്നറിയപ്പെടുന്നു NW5. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ദിവസം വരാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.